നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. ആര് പറഞ്ഞു മുഖ്യന് തമാശ അറിയില്ലെന്ന്? PV അൻവറിനെ ട്രോളി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തു വന്നു. അൻവറിനെ കറിവേപ്പിലയോട് ഉപമിച്ചുകൊണ്ടാണ് മുഖ്യൻ രംഗത്തു വന്നത്. എന്തൊക്കെയായിരുന്നു അൻവറിന്റെ വീരവാദങ്ങൾ? മലപ്പുറം കത്തി, അമ്പും വില്ലും, AK-47, എന്നിട്ടിപ്പോൾ അൻവർ ശവമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നാണക്കേട് സഹിക്കാൻ അൻവറിന്റെ ജീവിതം പിന്നെയും ബാക്കി. അൻവറിന്റെ തൊലിക്കട്ടി സമ്മതിക്കണം. PV അൻവറിനെ കറിവേപ്പില പോലെ കളഞ്ഞെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. ശരിക്കും അതുതന്നെയാണല്ലോ സംഭവിച്ചത്. ഇടതുപക്ഷത്തു നിന്ന് UDF-ലേക്ക് ചെന്നാൽ വലിയ സ്വീകാര്യത കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയ അൻവറിന് 8ന്റെ പണിയാണ് അവിടെ കിട്ടിയത് എന്ന് പറഞ്ഞാൽ മതി. മുഖ്യനെ താൻ ഒറ്റയ്ക്ക് നിന്നാൽ തോൽപ്പിച്ചു കയ്യിൽ കൊടുക്കാമെന്നുള്ള അൻവറിന്റെ വീരവാദം വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരായിരുന്നോ കോൺഗ്രസിലെ തലമൂത്ത നേതാക്കന്മാർ വരെ എന്ന് തോന്നിപ്പോകും ഇപ്പോൾ നടന്നു വരുന്ന ഒച്ചപ്പാടും ബഹളവും ഒക്കെ കണ്ടാൽ. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതിനെ അന്വർത്ഥമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇന്നലെ വൈകുന്നേരം മറുപടി പറയവെയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരമൊരു പരാമർശം നടത്തിയത്. അൻവർ എന്തൊക്കെ പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടും ഒരക്ഷരം മിണ്ടാതെ മൗനമായിരുന്ന ആളാണ് കൃത്യമായി കൊടുക്കേണ്ട സമയം നോക്കി അൻവറിനിട്ട് നല്ല കൊട്ടുകൊടുത്തത്. പോത്തിനോട് വേദമോദിയിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് മുഖ്യൻ മൗനമായി അൻവർ ഏതുവരെ പോകുമെന്ന് നോക്കിയിരുന്നത്. കോൺഗ്രസ് പടർന്നു പിടിക്കുന്ന ഒരു വലിയ തലവേദനയെ അറിഞ്ഞുകൊണ്ടെടുത്ത് സ്വന്തം തലയ്ക്കുള്ളിൽ തിരികെ വെച്ചു. മറ്റേയാളിനെ പറ്റി അധികം പറയേണ്ട, കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായത്. നിലമ്പൂരിൽ ഇടതു സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കും എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. 2021 നിന്നും 2025 എത്തുമ്പോൾ വലിയൊരു ശതമാനം വാഗ്ദാനങ്ങളും നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബാക്കിയുള്ളവ ഇനിയുള്ള 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന മന്ത്രിസഭയാകെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചിരുന്ന നവകേരള സദസ് വികസന പ്രവർത്തനങ്ങളിലെ ജനകീയ മുൻകൈയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു. കേരള വികസനത്തെ മെച്ചപ്പെടുത്തുവാൻ ഉതകുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സദസ്സിൽ ഉയർന്നു വന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവകേരള സദസ്സിലെ സംവാദവേദികളിൽ ഇങ്ങനെ ഉയർന്നു വന്ന വികസന പദ്ധതികൾ നടപ്പാക്കാൻ 982.1 കോടി രൂപ അനുവദിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ സർക്കാരുകൾക്കിടയിൽ വന്ന ഇടതുപക്ഷ ഇതര സർക്കാരുകൾ ഈ ബദൽ വികസന നയങ്ങൾക്ക് പോറലേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്നാണ് മന്ത്രി കൂട്ടിച്ചേർത്തത്. ഓരോ ഇടതുപക്ഷ സർക്കാരിനും അതിനു മുൻപുള്ള UDF സർക്കാരുകൾ തകർത്തുപോയ കേരളത്തെ പുനർനിർമ്മിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന അധിക ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കൃത്യമായ ഉദാഹരണം പറയാനും പിണറായി മറന്നില്ല. ഭരണത്തിലെ 1-2 വർഷങ്ങൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ടായിരുന്നു. എന്നാൽ തുടർഭരണം ലഭിച്ച സവിശേഷ സാഹചര്യത്തിൽ കേരള വികസനത്തെ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു. കറിവേപ്പില ഒടുക്കലും പുറത്തേക്കെടുത്തു കളയുന്ന ഒന്നാണെങ്കിലും കറിക്ക് രുചിയും മണവും കൂട്ടുന്ന ഒന്നാണ് എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഉള്ള രുചിയും മണവും കൂടി കളഞ്ഞ അൻവറിനെ കറിവേപ്പിലയോട് പോലും ഉപമിക്കുന്നത് ശരിയല്ല എന്നാണ് പൊതുജനാഭിപ്രായം. അതിനിടയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഇന്ന് നിർണായക ദിനമെന്നാണ് കണക്കാക്കുന്നത്. PV അൻവർ മത്സരിക്കുമോ എന്ന് ഇന്ന് കണ്ടറിയണം. UDF ഘടകകക്ഷിയാക്കിയില്ല എങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് അൻവറിന്റെ തീരുമാനം. കിട്ടിയത് കൊണ്ടൊന്നും അൻവർ പഠിച്ചില്ല എന്ന് സാരം. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിയെയും ഇന്ന് പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിനു ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. അൻവർ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ഇന്ന് UDF യോഗവുമുണ്ട്. കോൺഗ്രസിന്റെ ഒരു ഗതികേട് നോക്കണേ. ഈ മഴയത്ത് അൻവറിനെ അനുനയിപ്പിക്കാനും അൻവറിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടി മാത്രം പ്രത്യേക യോഗങ്ങൾ കൂടി കോൺഗ്രസ് ആകെ മടുത്തു. ഇത്രയും ഗതികെട്ട ഒരു പ്രതിപക്ഷം മറ്റൊരു സംസ്ഥാനത്ത് മാത്രമല്ല മറ്റൊരു രാജ്യത്ത് പോലും ഉണ്ടാകാൻ വഴിയില്ല. ഭരണപക്ഷത്തിന്റെ കൊള്ളരുതായ്മകളും അഴിമതിയും ഒന്ന് കണ്ണു തുറന്ന് നോക്കാൻ പോലും കഴിയാത്ത ഗതികേടിലാണ് കോൺഗ്രസുകാർ. സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടു വേണ്ടേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നോക്കാനും അത് വിളിച്ചു പറയാനും.
തിരുവനന്തപുരത്ത് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു പിന്നാലെ നടക്കുന്ന മുന്നണി യോഗത്തിനു ശേഷമായിരിക്കും LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നാണ് അവസാനം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൊതുസ്വതന്ത്രൻ വേണോ അതോ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണോ എന്നതിലാണ് CPMൽ ആലോചന. പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ എന്നിവർക്കൊപ്പം M സ്വരാജിന്റെ പേരും ചർച്ചകളിലുണ്ട്. PV അൻവർ മത്സരിക്കാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ തന്നെ കളത്തിലിറക്കുന്നത് നല്ലതാകുമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഇതിൽ നിർണായകമാണ്. പൊതു സ്വതന്ത്രനെങ്കിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, M തോമസ് മാത്യു, U ഷറഫ് അലി തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ റോഡ് ഷോ ഉണ്ടാകുമെന്നും പാർട്ടി അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇന്നൊരു നിർണായക ദിവസം തന്നെയാകും.